അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന കുരുവട്ടൂരിസത്തെക്കുറിച്ച് ചെറിയ രൂപത്തിൽ അവരുടെ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാണിക്കണമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കുകയുണ്ടായി. അപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ടത് ഇവർ മുമ്പ് പറഞ്ഞ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അത് ഇതേ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ പഴയ വൈരുദ്ധ്യങ്ങളൊന്ന് തപ്പിപ്പിടിച്ച് നോക്കുമ്പോഴാണ് പുതിയൊരു പ്രഭാഷണം കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ഇവരുടെ ഏറ്റവും വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി നരമ്പ് പൊട്ടും വിധത്തിലൊക്കെ സംസാരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് തൊഴിയൂർ എന്ന ആ മൗലവി പ്രസംഗിക്കുന്നത് മുമ്പ് ഒരിക്കൽ പ്രസംഗിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ടാണ്. അപ്പോൾ ആ മുമ്പ് പ്രസംഗിച്ച ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നിങ്ങളെ മുശാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. അത് കേട്ടല്ലോ. 99-80% ആളുകളും എന്താണെന്ന് മൂപ്പരുടെ നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ ഇദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. അത് നിങ്ങൾ കേട്ടു നോക്ക്. നമ്മൾ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല. അതിലും മശായിഖന്മാരെ എതിർക്കാത്ത ആളുകളുണ്ട്, മഹാന്മാരെ കൊച്ചാക്കാത്ത ആളുകളുണ്ട്, സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, നിഷ്കളങ്കരായ പാവപ്പെട്ട പ്രവർത്തകരുണ്ട്. അതേസമയം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ, നിഴൽവാദിയെ പോലെയുള്ള നേതാക്കന്മാർ, ഈ മുട്ടിപ്പടി തങ്ങളെ പോലെയുള്ള സംസ്ഥാന നേതാക്കന്മാർ, മർക്കസിലെ മുദരിസിനെ പോലെയുള്ള ഈ കുട്ടുക്കരക്കാരനെ പോലെയുള്ള വ്യാജ പണ്ഡിതന്മാർ, അവർ പറയുന്നത് കള്ള ശരീഅത്താണ്. അവർ വ്യാജന്മാരാണ്, കള്ള ശരീഅത്ത്വാദികളായ പിഴച്ച വ്യാജ പണ്ഡിതന്മാരാണ്. അവരെയാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവർ അതിൽ നിന്നൊഴിവാണ്. 99-80% എന്ന കണക്കിൽ നിന്ന് ബഹുദൂരം ഇവർ സഞ്ചരിച്ചു പോയി. ഇപ്പോൾ പറയുന്നത് ഏതാനും ചില ആളുകളാണ്. അവരുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഇവർ മാത്രമാണിപ്പോൾ ഇങ്ങനെയൊക്കെ വസ്വാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്കിത് പറയാൻ ഒരു ലജ്ജയുമില്ല. ഞാനിത് നേരത്തെ ഇതിൻ്റെ എതിര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുമല്ലോ എന്നൊരു ബോധമില്ല. കാരണം ഇവർക്ക് ഇവരുടെ ഉന്നത ഹദറത്ത് എന്ന് പറയുന്ന ആ കോമാട്ടുചാൽ മൗലവിയുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചാണ് സംസാരിക്കാറ്. ഇവർക്ക് തല കൊടുത്ത് ചിന്തിക്കാനൊന്നും സമയമുണ്ടാവില്ല. കാരണം അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഛർദ്ദിക്കുക എന്നത് ഇവരുടെ ഒരു ജോലിയാണ്. ഇവരിങ്ങനെ ആയിപ്പോയതിൻ്റെ കാരണം എന്താ എന്ന് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ അടിമകളിൽ, അവിടുത്തെ പാവപ്പെട്ട കഴുതകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇവരുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഇവർക്ക് ബുദ്ധി വെക്കുമോ എന്നേ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാവൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.